ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ റീനൽ സിസ്റ്റം അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്നറിയപ്പെടുന്ന അനാട്ടമിയും ഫിസിയോളജിയിലുമുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കിഡ്നി. കിഡ്നി എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് സ്ട്രക്ചർ. അതായത് നമ്മൾ പറയാറുണ്ട് ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറോൺസ് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന് പറയാറുണ്ട്. അതുപോലെ കിഡ്നി എന്ന് പറയുന്ന ഈ ഒരു ഓർഗൻ, അതിൻ്റെ മൈക്രോസ്കോപ്പിക് യൂണിറ്റ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്നത് നെഫ്രോൺ ആണ്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ, ഓരോ നെഫ്രോണിൻ്റെയും സ്ട്രക്ചറും വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അണുക്കളെ അല്ലെങ്കിൽ അഴുക്ക് വസ്തുക്കളെ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളെ എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്ന ഒരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഏത് ഫോമിലാണ് ഇവിടെ ഈ ഒരു വേസ്റ്റ് പ്രോഡക്ട്സിനെല്ലാം പുറന്തള്ളുന്നത്? ത്രൂ യൂറിനായിട്ടാണ് ഇത് പുറന്തള്ളുന്നത്, അല്ലേ? അപ്പോൾ ഈ യൂറിൻ ഫോം ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഫംഗ്ഷൻ ആർക്കാണുള്ളത്? കിഡ്നിക്കാണുള്ളത്. കിഡ്നിക്ക് എന്ന് പറഞ്ഞാൽ കിഡ്നിയിലുള്ള മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നെഫ്രോൺ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചറും ആ ഒരു നെഫ്രോണിൻ്റെ ഓരോ പാർട്സും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇത് മാത്രം ചുരുക്കി ഒന്ന് 5 മാർക്ക് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നഴ്സിംഗ് സ്റ്റുഡൻസിനും നഴ്സസിനും യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഓരോന്നായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ചാനൽ റെഫർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെഫ്രോൺ. ഇവിടെ നോക്കാം, ഈ ഒരു പിക്ചറിൽ കാണുന്ന ഇതാണ് നെഫ്രോണിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചർ. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പിക്ചറൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ എക്സാം പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ദിസ് ഈസ് നെഫ്രോൺ. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഒരു കപ്പ് പോലെയുള്ള ഒരു പാർട്ടുണ്ട്. ഈ ഒരു പാർട്ടിനെയാണ് ടോട്ടലി റീനൽ കോർപ്പസ്കിൾ എന്ന് പറയുന്നത്. റീനൽ കോർപ്പസ്കിൾ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ തന്നെ വീണ്ടും 2 ഡിവിഷനുണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് പാർട്ട് റീനൽ കോർപ്പസ്കിൾ ആണ്. അത് കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ കാണുന്നു. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വളഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. വളരെ നീളമുള്ള ഒരു ട്യൂബാണ്, അല്ലേ? അപ്പോൾ ഈ ട്യൂബിനെയാണ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നെഫ്രോണിന് പ്രധാനമായിട്ട് 2 പാർട്ടുണ്ട്. ഒന്ന് റീനൽ കോർപ്പസ്കിൾ എന്നും രണ്ടാമതുള്ളത് ട്യൂബ്യൂളും ആണ്. അപ്പോൾ ഇതുവരെയുള്ള പാർട്ടിനെയാണ് നമ്മുടെ നെഫ്രോൺ എന്ന് പറയുന്നത്. ഈ ഓരോ നെഫ്രോണും ഇങ്ങനെയുള്ള 1 മുതൽ 2 മില്യൺ വരെ എന്തുണ്ട്? നെഫ്രോൺ ഓരോ കിഡ്നിയിലുമുണ്ട്. അങ്ങനെ ഈ ഓരോ നെഫ്രോണും എന്തിൽ വന്നാണ് ജോയിൻ ചെയ്യുന്നത്? കളക്റ്റിംഗ് ഡക്റ്റിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു പാർട്ടാണ്. നമ്മുടെ നെഫ്രോണിൻ്റെ പാർട്ടായിട്ടല്ല. ഇതിൽ കൂടെ എഴുതിയാലും പ്രശ്നമില്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നെഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ബേസിക് യൂണിറ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ട് പാർട്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് റീനൽ കോർപ്പസ്കിൾ എന്നും മറ്റൊന്ന് റീനൽ ട്യൂബ്യൂൾ എന്നുമാണ് പറയുന്നത്. ഈ റീനൽ കോർപ്പസ്കിളിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 പാർട്ടായിട്ട് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അത് കഴിഞ്ഞ് ട്യൂബ്യൂള് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് ട്യൂബ്യൂളിനെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നും, അത് കഴിഞ്ഞ് ഇവിടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് വളരെ നീളത്തിലൊരു ടെസ്റ്റ് ട്യൂബ് പോലെ കാണപ്പെടുന്ന ഒരു പാർട്ടുണ്ട്. വളരെ നാരോഡ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. അതിനെ ലൂപ്പ് ഓഫ് ഹെൻലെ എന്ന് പറയുന്നത്. എന്താണിത്? തിൻ ഡിസെൻഡിങ് ലിംബും തിൻ അസെൻഡിങ് ലിംബുമുള്ള ലൂപ്പ് ഓഫ് ഹെൻലെ എന്നാണ് ഈ ഒരു പാർട്ടിനെ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന വീണ്ടും ബ്രോഡർ ആയിട്ടുള്ള ഇത്തിരി കൂടെ ഒന്ന് എന്താ പറയുക വൈഡർ ആയിട്ടുള്ള ഒരു ട്യൂബ് പാർട്ട് കാണുന്നു. അതിനെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നത് കണ്ടിന്യൂ ചെയ്ത് അത് കളക്റ്റിംഗ് ഡക്റ്റിലൊന്ന് വന്ന് ചേരുന്നു. അപ്പോൾ ഇത്രയുമാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. നമുക്കിതിൻ്റെ ഈ ഒരു ആദ്യം നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ ആദ്യം നമ്മൾ യൂറിനറി സിസ്റ്റത്തിനെ കുറിച്ചും കിഡ്നിയെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിൻ്റെ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആണ് നെഫ്രോൺ ആണ് എന്നുള്ളത് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ ഒരു സ്ട്രക്ചർ നിങ്ങളവിടെ വരയ്ക്കണം. റീനൽ കോർപ്പസ്കിളും
പിന്നെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ലൂപ്പ് ഓഫ് ഹെൻലിയും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും പിന്നെ കളക്റ്റിംഗ് ഡക്റ്റും ഇത്രയും പാർട്സുകൾ വരത്തക്ക രീതിയിൽ നെഫ്രോൺ വരയ്ക്കുന്നു. അതിനുശേഷം ഈ ഓരോ പാർട്സും വരച്ചു കഴിഞ്ഞ് അതിൻ്റെ ഓരോ പാർട്സും നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ അടയാളപ്പെടുത്തുകയും ചെയ്യണം, ലേബൽ ചെയ്യുകയും വേണം. ഈ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഏതൊക്കെയാണ് പർട്ടിക്കുലർ പാർട്സ് ജസ്റ്റ് ഒരു ആരോ മാർക്ക് കൊടുത്ത് ഓരോ പാർട്സ് എന്താണ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിൽ ഓരോ പാർട്സും അവിടെ എടുത്തെഴുതി എന്താണ് ആ പാർട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ട്, എന്തൊക്കെയാണ് ആ പാർട്സിൻ്റെ ഫങ്ഷൻസ്, ഇത്രയും നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് എന്താണ് നെഫ്രോൺ എന്ന് നോക്കാം. നെഫ്രോൺ it is a structural and functional unit of the kidney. The word nephron is derived from the Greek word nephros. Nephros means kidney. എങ്ങനെയാണ് നെഫ്രോണിന് ഈ ഒരു പേര് വന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത് കിഡ്നിയുടെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു പേര് നെഫ്രോണിന് ഫോം ചെയ്തത്. ആ വേർഡ് ഏതായിരുന്നു? നെഫ്രോസ്. ആ ഗ്രീക്ക് വേർഡ് എന്തായിരുന്നു? നെഫ്രോസ്. നെഫ്രോസ് എന്ന വേർഡിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം എന്താണ്? കിഡ്നി എന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് ഈ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ എന്നുള്ള പേര് കൊടുത്തത്. എന്താണ് നെഫ്രോൺ എന്ന് പറയുന്നത്? ദേ ആർ ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ composed of a renal corpuscle and a renal tubule. ഒരു വളരെ നേർത്ത, നമുക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റുന്ന അല്ല, മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് കാണാൻ തിരിച്ചറിയാൻ പറ്റുന്ന വളരെ നേർത്ത, വളരെ തിന്നായിട്ടുള്ള, വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് പാർട്ടുകളുണ്ട്, ഒന്ന് റീനൽ കോർപ്പസ്കിളും മറ്റൊന്ന് റീനൽ ട്യൂബ്യൂളും. എന്നാൽ ഓരോ കിഡ്നിയിലും എത്രത്തോളമാണ് നെഫ്രോണുകൾ കാണപ്പെടുന്നത്? 1, 2, 3, 10 ആണോ? അല്ല, മില്യൺസ് ഓഫ് നെഫ്രോൺ, ദാറ്റ് ഈസ് 1 to 2 മില്യൺ ആണ് എന്ത് കാണപ്പെടുന്നത്? നെഫ്രോൺ ഓരോ കിഡ്നിയിലും മനുഷ്യനിൽ കാണപ്പെടുന്നത്. ദ സ്ട്രക്ചർ ദാറ്റ് ആക്ച്വലി പ്രൊഡ്യൂസസ് യൂറിൻ ഇൻ ദ പ്രോസസ് ഓഫ് റിമൂവിങ് വേസ്റ്റ് പ്രോഡക്റ്റ് എക്സസ് സബ്സ്റ്റൻസസ് ഫ്രം ദ ബ്ലഡ്. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, കിഡ്നിയിൽ നെഫ്രോൺ ആണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിൽ യൂറിൻ ഫോം ചെയ്ത് ആവശ്യമില്ലാത്ത വസ്തുക്കളെയും എക്സസ് ആയിട്ടുള്ള വസ്തുക്കളെയും ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് നടക്കാൻ, ആ ഒരു പ്രോസസ്സ് നടന്ന് എക്സസ് ആയിട്ടുള്ള വസ്തുക്കളെയും വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്ത് യൂറിൻ ഫോം ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? നെഫ്രോണിൽ ആണ്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു സ്ട്രക്ചറിൽ ആണ്. നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ നോക്കാം. ദ മമേലിയൻ നെഫ്രോൺ ഇസ് എ ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ്സ് ലെങ്ത് വേരിയിങ് ഫ്രം 35 to 55 mm ലോങ്. 35 മില്ലിമീറ്റർ മുതൽ 55 മില്ലിമീറ്റർ വരെ അതിന് നീളം വരുന്നു. അറ്റ് വൺ എൻഡ് ദ ട്യൂബ് ഈസ് ക്ലോസ്ഡ്. ഒരു ഭാഗം ട്യൂബ് ക്ലോസ്ഡും ഫോൾഡഡും എക്സ്പാൻഡഡും ഡബിൾ വാൾഡും കപ്പ് ലൈക്ക് സ്ട്രക്ചറുമാണ്. അതായത് നമ്മുടെ ഈ ഒരു പിക്ചറിലെ ആദ്യത്തെ ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗം ട്യൂബ്, ഇത് ടോട്ടലി ഒരു ട്യൂബാണ്, ഇവിടെ ക്ലോസ്ഡ് ആണ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ട് കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് ഓപ്പൺ ആകുന്നു. സോ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഒരു എൻഡ് ക്ലോസ്ഡും ഫോൾഡഡും എക്സ്പാൻഡഡും ഡബിൾ വാൾഡും കപ്പ് ലൈക്ക് സ്ട്രക്ചറുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിന് എന്ത് പറയുന്നു? ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, BOW, ബോമാൻസ് ക്യാപ്സ്യൂൾ ഓർ റീനൽ കോർപ്പസ്കുലാർ ക്യാപ്സ്യൂൾ എന്നും പറയാറുണ്ട്. ഈ ഒരു കപ്പ് മാത്രമാണ് ഈ പറയുന്നത്, ഇതിനകത്തുള്ള ഈ റെഡ് പാർട്ട് അവിടെ പറയുന്നില്ല. റീനൽ കോർപ്പസ്കുളിലുള്ള ഈ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഇതിനെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇതിനുള്ളിൽ വിച്ച് എൻക്ലോസസ് എ ക്ലസ്റ്റർ ഓഫ് മൈക്രോസ്കോപ്പിക് ബ്ലഡ് വെസൽസ് കോൾഡ് ഗ്ലോമർലസ്. ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ റെഡ് കളർ കാണപ്പെടുന്നു. ഇത് ബ്ലഡ് വെസൽസ് ആണ്. ബ്ലഡ് വെസൽസ് മീൻസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ നേർത്ത ആർട്ടറീസ് അവിടെ കമ്പൈൻ ചെയ്തൊരു ബോൾ പോലെ കാണപ്പെടുന്നു. ഇതിനെ എന്തു പേര് പറയുന്നു? ഗ്ലോമെറുലസ് എന്നാണ് പറയുന്നത്. ഗ്ലോമെറുലസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ, അതിനകത്ത് ഗ്ലോമർലസ്. ദിസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമർലസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ റീനൽ കോർപ്പസ്കിൾ. ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളും ഈ ഒരു ഗ്ലോമർലസും ഒരുമിച്ചിട്ടാണ് എന്ത് നമ്മൾ പറയുന്നത്? റീനൽ കോർപ്പസ്കിൾ എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പറയുന്നു. മേജറായിട്ട് 2 പോർഷൻസ് ആണ് കാണപ്പെടുന്നത്. ഒന്ന് റീനൽ കോർപ്പസ്കിളും രണ്ടാമത് റീനൽ ട്യൂബ്യൂളും. റീനൽ കോർപ്പസ്കിൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് പറയുന്നു. എന്താണ് റീനൽ കോർപ്പസ്കിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലോമർലസ് ആൻഡ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഗ്ലോമർലസ് മീൻസ് നമ്മുടെ അയോട്ടയിൽ നിന്ന്, അബ്ഡോമിനൽ അയോട്ടയിൽ നിന്ന് റീനൽ ആർട്ടറി ഒറിജിൻ ചെയ്തിട്ട് ആ റീനൽ ആർട്ടറി പല ഡിവിഷൻസ് നടന്ന്, സെഗ്മെൻറ്റ്സ് ഡിവിഷൻസ് നടന്ന് വളരെ നേർത്ത ആർട്ടീരിയോൾസ് ആയി മാറിയതിന് ശേഷം അവ നമ്മുടെ ഓരോ നെഫ്രോണിൻ്റെയും ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരുപാട് ആർട്ടീരിയോൾസ് ഒരുമിച്ച് ചേരുക, അതൊരു ബോൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുകയും ചെയ്യുന്നു. അതിനെ ഗ്ലോമെറുലസ് എന്ന് പറയുന്നു. The glomerulus arises from an afferent arteriole. ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ഈ ബ്ലഡ് വെസൽസിനെ, ആർട്ടീരിയോൾസിനെ എന്ത് പറയുന്നു? അഫറന്റ്, AFFERENT, അഫറന്റ് ആർട്ടീരിയോൾസ് എന്ന് പറയുന്നു. ഇതിവിടെ ബ്ലഡ് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവിടെ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ കൊണ്ടുവരുന്ന ബ്ലഡ് ഫിൽട്രേഷൻ സംഭവിച്ചതിന് ശേഷം തിരിച്ചിവിടെ നിന്ന് ബ്ലഡ് എഫറന്റ് ആർട്ടീരിയോൾസ് വഴി, ഏത് ആർട്ടീരിയോൾസ് ആണ്? എഫറന്റ്, EFFERENT, എഫറന്റ് ആർട്ടീരിയോൾസ് വഴി പുറത്തോട്ട് പോകുന്നു. ഇതിനുള്ളിൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ ഗ്ലോമർലസിലോട്ട് ബ്ലഡ് വെസൽസ് കൊണ്ടുവരുന്നത് അഫറന്റ് ആർട്ടീരിയോൾസും, ഗ്ലോമർലസിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആർട്ടറീസിനെ അല്ലെങ്കിൽ ആർട്ടീരിയോൾസിനെ എന്ത് പറയുന്നു? എഫറന്റ് ആർട്ടീരിയോൾസ് എന്നുമാണ് പറയുന്നത്. ഈ എഫറന്റും ആർട്ടീരിയോൾസ് ഒരുമിച്ച് ചേർന്ന് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറായി മാറുന്നു. അതിനെന്ത് പറയുന്നു? ഗ്ലോമെറുലസ് എന്നാണ് പറയുന്നത്. The smaller diameter of an efferent arterioles helps to maintain high blood pressure. നമ്മുടെ ഈ എഫറന്റ് ആർട്ടീരിയോൾസ് വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ BP മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഒപ്പം ഗ്ലോമെറുലസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കൂട്ടാൻ സഹായിക്കുന്നു. എന്തിനാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇവിടെ കൂട്ടുന്നത്? ഇവിടെ വരുന്ന ബ്ലഡ് ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അരിപ്പ പോലെ, ഒരു ഫിൽറ്ററിങ് യൂണിറ്റ് പോലെ നമ്മുടെ ഒരു ഗ്ലോമർലസ് ആക്ട് ചെയ്യുകയും ഫിൽറ്ററിങ് സംഭവിച്ച് മോസ്റ്റ് ഓഫ് ദ പോർഷൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു ഗ്ലോമർലസിൻ്റെ, നമ്മുടെ ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലോട്ട്, ട്യൂബ്യൂളിനുള്ളിലോട്ട് ഫിൽട്ടർ സംഭവിക്കുന്നു. ഫിൽട്ടർ ചെയ്തിട്ട് ബാലൻസ് ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്? എഫറന്റ് ആർട്ടീരിയോൾ വഴി പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ നടക്കാൻ സഹായിക്കുന്ന പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റീനൽ കോർപ്പസ്കിളിനെ കുറിച്ച് പറയാനുള്ള ആദ്യത്തെ പാർട്ട്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. റീനൽ കോർപ്പസ്കിളിൽ ഗ്ലോമർലസും ഉണ്ട്, ബൊമാൻസ് ക്യാപ്സ്യൂളും ഉണ്ട്. ഗ്ലോമർലസിനെ കുറിച്ച് പറഞ്ഞാൽ അഫറന്റ് ആർട്ടീരിയോൾസ് ബ്ലഡ് ഗ്ലോമർലസിലോട്ട് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഫിൽട്രേഷൻ സംഭവിച്ചതിന് ശേഷം ഏത് ബ്ലഡ് വെസൽസ് വഴി പുറത്തോട്ട് ബ്ലഡ് പോകുന്നു? എഫറന്റ് ആർട്ടീരിയോൾസ് വഴി പോകുന്നു. ഈ എഫറന്റ് ആർട്ടീരിയോൾസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉള്ളതുകൊണ്ട് ഗ്ലോമർലസിൽ ഫിൽട്രേഷൻ സംഭവിക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഗ്ലോമർലസിനെ കുറിച്ച്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഗ്ലോമർലസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എത്തുന്ന ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുക, ഫിൽട്ടർ plasma and produce glomerular filtrate which passes down the length of the nephron tubule to form urine. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഇവിടെ ഗ്ലോമർലസ്, ഇവിടെ ബ്ലഡ് എത്തുന്ന അഫറന്റ് ആർട്ടീരിയോൾ വഴി ഇവിടെ ഫിൽറ്ററിങ് സംഭവിക്കുന്നു. ഫിൽറ്ററിങ് സംഭവിച്ച ബ്ലഡ് ഭാഗം എന്ത് ചെയ്യുന്നു? ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ തുടർന്ന് അടുത്ത ട്യൂബ്യൂളിലോട്ട് പാസ് ചെയ്യുന്നു, റീനൽ ട്യൂബ്യൂളിലോട്ട് പാസ് ചെയ്യുന്നു. ബാലൻസ് ഉള്ളത്, ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തത് എഫറന്റ് ആർട്ടീരിയോൾസ് വഴി സർക്കുലേഷൻ വീണ്ടും തുടരുന്നു. ഇനി ഈ ട്യൂബ്യൂളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്താണെന്ന് പറഞ്ഞു? കപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഗ്ലോമർലസിനെ കവർ ചെയ്തുള്ള കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഫിൽട്രേഷൻ സംഭവിക്കുന്നത് അവിടെയാണ്. നെഫ്രോണിൽ ഫിൽട്രേഷൻ സംഭവിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ വഴി മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് നമ്മുടെ റീനൽ ട്യൂബ്യൂളിനുള്ളിലോട്ട് എത്തുന്നു. നെക്സ്റ്റ്, എന്താണ് റീനൽ ട്യൂബ്യൂൾ? ഈ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ അടുത്തിങ്ങനെ നീണ്ടുവരുന്ന ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ നീളം കൂടിയതും ലോങ്ങും കൺവല്യൂട്ടഡുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ. അതായത് സ്ട്രെയിറ്റ് ട്യൂബ് അല്ല, മടക്കുകളും ഫോൾഡിങ്സും ഒക്കെ ഉള്ള
ഒരു സ്ട്രക്ചറാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നെഫ്രോണിൻ്റെ റീനൽ ട്യൂബ്യൂൾസിനെ പ്രധാനമായിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അവ ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അല്ലെങ്കിൽ PCT എന്ന് പറയുന്നു. ഫസ്റ്റ് പാർട്ട് ഓഫ് റീനൽ ട്യൂബ്യൂൾ ഈസ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അല്ലെങ്കിൽ PCT. Due to its proximity to the glomerulus, it stays in the renal cortex. മിക്കവാറും ഉള്ള ഈ ഒരു റീനൽ ട്യൂബ്യൂളിൽ PCT എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറിൽ റീനൽ കോർട്ടക്സിലായിരിക്കും ഈ ഒരു PCT ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ പിക്ചറിൽ ഞാൻ കാണിച്ചു തന്നതുപോലെ ഇങ്ങനെ ഒരു നാരോഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെയാണ് ലൂപ്പ് ഓഫ് ഹെൻലെ അല്ലെങ്കിൽ നെഫ്രൈറ്റിക് ലൂപ്പ് എന്നാണ് പറയുന്നത്. ലൂപ്പ് ഓഫ് ഹെൻലെ അല്ലെങ്കിൽ നെഫ്രൈറ്റിക് ലൂപ്പ് എന്ന് പറയുന്നു. ബിക്കോസ് ഇതിൻ്റെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങുമായിട്ടുള്ള ലിംബുകൾ നാരോഡ് ആയിട്ടുള്ള ഈ ലിംസ് ചേർന്ന് വളരെ നാരോഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യുന്നു. ഈ ലൂപ്പ് ഓഫ് ഹെൻലെ എല്ലാം മോസ്റ്റ് ഓഫ് ദ ലൂപ്പ് ഓഫ് ഹെൻലെ ഫൗണ്ട് ഇൻ റീനൽ മെഡുല, കിഡ്നിയുടെ മെഡുലയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ പാർട്ട്. ഇനി മൂന്നാമത്തെ പാർട്ട്, ദ തേർഡ് പാർട്ട് ഓഫ് റീനൽ ട്യൂബ്യൂൾ ഈസ് കോൾഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അല്ലെങ്കിൽ എന്ത് പറയുന്നു? DCT അല്ലെങ്കിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് പറയുന്നത്. അതും എവിടെയാണ് കാണപ്പെടുന്നത്? റീനൽ കോർട്ടക്സിലാണ് കാണപ്പെടുന്നത്. കാരണം ഈ ഒരു സ്ട്രക്ചർ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഇവിടെ പ്രോക്സിമൽ PCT ഇവിടെയാണ് കാണപ്പെടുന്നത്, DCT ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇത് രണ്ടും നെഫ്രോണിൻ്റെ മുകൾ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്താണ്? റീനൽ കോർട്ടക്സിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ലൂപ്പ് ഓഫ് ഹെൻലെ താഴ്ഭാഗത്തോട്ട് വരുന്നു. അതുകൊണ്ട് ഇത് റീനൽ മെഡുലയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 പാർട്ടുകൾ. റീനൽ ട്യൂബ്യൂളിൽ എത്ര പാർട്ടുകളുണ്ട്? 3 പാർട്ടുകൾ. ഫസ്റ്റ് വൺ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT, സെക്കൻഡ് വൺ ലൂപ്പ് ഓഫ് ഹെൻലെ അല്ലെങ്കിൽ നെഫ്രൈറ്റിക് ലൂപ്പ്, തേർഡ് വൺ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ DCT. നെക്സ്റ്റ് അതിൻ്റെ റീനൽ ട്യൂബ്യൂളിനെ കുറിച്ച് നമുക്ക് അടുത്ത് ഓരോ പാർട്ടായിട്ട് പഠിക്കാം. ദ മേജർ ഫങ്ഷൻ ഓഫ് ദ ട്യൂബ്യൂൾ ഈസ് റീഅബ്സോർപ്ഷൻ ആൻഡ് ദ പ്രോസസ് ക്യാൻ എയ്തർ ബി ത്രൂ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓർ പാസീവ് ട്രാൻസ്പോർട്ട്. ഈ റീനൽ ട്യൂബ്യൂളിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് ഗ്ലോമർലസിലൂടെ ഫിൽട്ടർ ചെയ്ത് വന്ന മെജോറിറ്റി ഓഫ് ബ്ലഡ് കണ്ടൻസും നമ്മുടെ റീനൽ ട്യൂബ്യൂളിനുള്ളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൽ ആവശ്യമുള്ളവ എല്ലാം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ തിരിച്ച് റീഅബ്സോർവ് ചെയ്യണം. അപ്പോൾ ഈ റീനൽ ട്യൂബ്യൂളിലൂടെ ഈ ഓരോ കണ്ടൻറ്റും പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ പ്രോപ്പറായിട്ട് റീഅബ്സോർപ്ഷൻ നടക്കണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് വഴിയോ എന്ത് ചെയ്യണം? അവിടെ റീഅബ്സോർപ്ഷൻ നടക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസീസ്, പല ന്യൂട്രിയൻസും ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ഒക്കെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകും. ഇത് കൂടാതെ ഈ ഒരു റീഅബ്സോർപ്ഷൻ കൂടാതെ ഇവിടെ സെക്രീഷൻസും ഉണ്ടാകാറുണ്ട്. സെക്രീഷൻസ് ബൈ ട്യൂബ്യൂൾസ് ഹെൽപ്സ് ഇൻ യൂറിൻ ഫോർമേഷൻ. ഇതുകൂടാതെ യൂറിൻ ഫോം ചെയ്യുന്നതിന് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ യൂറിൻ ഫോം ചെയ്യാൻ സെക്രീഷൻ എന്നുള്ള പ്രോസസ്സും ഈ ഒരു റീനൽ ട്യൂബ്യൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ ഇതുവരെ നമ്മൾ നോക്കിയ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. ഇതാണ് റീനൽ കോർപ്പസ്കിൾ, ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമർലസ്. അടുത്ത് ഈ മടങ്ങി വരുന്ന ഈ ഫോൾഡിംഗ് ഉള്ള പാർട്ടിനെ PCT. അത് കഴിഞ്ഞാൽ ഇത് ലൂപ്പ് ഓഫ് ഹെൻലെ. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഫോൾഡിംഗ് വരുന്നത് DCT. അത് കഴിഞ്ഞാൽ ഇത് കളക്റ്റിംഗ് ഡക്റ്റിൽ ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് റീനൽ ട്യൂബ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ദാറ്റ് ഈസ് PCT. Maximum reabsorption takes place in PCT of the nephron. It is very important point. MCQന് ചോദിക്കാൻ പറ്റുന്നതാണ്, ചോദിച്ചിട്ടുണ്ട്. ബൊമാൻസ് ക്യാപ്സ്യൂളിലൂടെ ഇവിടെ ഗ്ലോമർലസിലെത്തുന്ന ബ്ലഡിൻ്റെ മേജർ പോർഷനും ട്യൂബ്യൂളിലോട്ട് ഫിൽട്ടർ ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഈ എൻ്റർ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ അതിൽ മേജർ പോർഷനും മാക്സിമവും എവിടെയാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്? അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ച് തന്നെ റീഅബ്സോർപ്ഷൻ, ബോഡി ബ്ലഡിലോട്ട് റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാക്സിമം റീഅബ്സോർപ്ഷൻ നെഫ്രോണിൽ എവിടെയാണ് നടക്കുന്നത്? PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ തന്നെയാണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഈസ് ദ റീജിയൻ ഓഫ് റീനൽ ട്യൂബ്യൂൾ വേർ റീഅബ്സോർപ്ഷൻ ഓഫ് എസെൻഷ്യൽ സബ്സ്റ്റൻസസ്. എന്തൊക്കെയാണ് അവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്? ഗ്ലൂക്കോസ്, 100% ഗ്ലൂക്കോസും അവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നു. പ്രോട്ടീൻ റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അമിനോ ആസിഡ്സ് റീഅബ്സോർപ്ഷൻ നടക്കുന്നു. മേജർ പോർഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ ടേക്സ് പ്ലേസ് ഇൻ ദ
PCT. എന്തൊക്കെ വസ്തുക്കളാണ് അവിടെ റീഅബ്സോർപ്ഷൻ PCT നടക്കുന്നത്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, അമിനോ ആസിഡ്സ്, ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ, ഇതെല്ലാം റീഅബ്സോർപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്നാലും വളരെ കുറച്ച് പോർഷൻസ് മാത്രം ഇനി ബാലൻസ് വീണ്ടുമുള്ള കണ്ടന്റിൽ ഉണ്ടാകും. അവ എന്ത് സംഭവിക്കുന്നു നോക്കാം. PCT സെലക്റ്റീവ്ലി സെക്രീറ്റ്സ് അയോൺസ് സച്ചസ് ഹൈഡ്രജൻ അയോൺസും അമോണിയ അയോൺസും പൊട്ടാസ്യം അയോൺസും ആ ഫിൽട്രേറ്റിനുള്ളിലോട്ട്, അവിടെ നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇവിടെ നിന്ന് ഇങ്ങനെ PCTയിലൂടെ കണ്ടന്റ് പാസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള കണ്ടന്റ്സ് അവിടെ റീഅബ്സോർവ് ചെയ്ത് പുറത്തോട്ട് പോവുകയും പുറമേ നിന്ന് ഉള്ളിലോട്ട് എന്ത് വരികയും ചെയ്യുന്നു? ഹൈഡ്രജനും അമോണിയയും പൊട്ടാസ്യവും ഒക്കെ ഫിൽട്രേറ്റിലോട്ട് വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ അവിടെ എന്ത് അബ്സോർവ് ചെയ്യുന്നു? ബൈകാർബണേറ്റിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ പറയാനുള്ളത്. മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് PCTയിലാണ്. ഗ്ലൂക്കോസ് 100% റീഅബ്സോർപ്ഷൻ നടക്കുന്നു. അമിനോ ആസിഡ്സ് 100% റീഅബ്സോർപ്ഷൻ നടക്കുന്നു. പ്രോട്ടീനും ഇലക്ട്രോലൈറ്റും വാട്ടറും ഒക്കെ മേജർ പോർഷൻ അവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സെലക്റ്റീവ് ആയിട്ടുള്ള ചില സബ്സ്റ്റൻസ് സെക്രീഷൻസ് നടക്കുന്നു. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ അയോൺസും അമോണിയയും പൊട്ടാസ്യം ഫിൽട്രേറ്റിനുള്ളിലോട്ട് എത്തിച്ചേരുന്നു. ഒപ്പം ബൈകാർബണേറ്റ് അബ്സോർപ്ഷനും നടക്കുന്നു. നെക്സ്റ്റ്, the proximal tubule efficiently regulates the pH of the filtrate by exchanging hydrogen ions in the interstitium for bicarbonate ion in the ഫിൽട്രേറ്റ്. അവിടെ കൃത്യമായിട്ട് നമ്മുടെ ബ്ലഡിൻ്റെ PH കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു റോൾ ആർക്കുണ്ട്? കിഡ്നിക്കുണ്ട്, ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. അപ്പോൾ PH കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് എക്സ്ചേഞ്ച് നടക്കുന്നു? ഹൈഡ്രജൻ അയോൺസും ബൈകാർബണേറ്റ് അയോൺസും അവിടെ ഇൻഡസ്ട്രീഷ്യസിൽ എക്സ്ചേഞ്ച് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഓർഗാനിക് ആസിഡ്സും ക്രിയാറ്റിനും ഫോം ചെയ്യുന്നു. പിന്നെ മറ്റ് ബേസസും ഒക്കെ ഫിൽട്രേറ്റിനുള്ളിലോട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു PH മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഇലക്ട്രോലൈറ്റും അവിടെ നോർമൽ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ്, രണ്ടാമത്തെ പാർട്ട് ലൂപ്പ് ഓഫ് ഹെൻലെ. അപ്പം ലൂപ്പ് ഓഫ് ഹെൻലെ എന്നുള്ള രണ്ടാമത്തെ ആ ലൂപ്പിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. ലൂപ്പ് ഓഫ് ഹെൻലെ ഹാസ് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംബ്. ഇങ്ങനെ ഡിസെൻഡിങ് ലിംബുണ്ട്, മുകളിലോട്ട് അസെൻഡിങ് ലിംബുണ്ട്. ബീയിങ് പാർട്സ് ഓഫ് ദ സെയിം ലൂപ്പ് ബോത്ത് ദ ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ് ലിംബ്സ് ഷോ ഡിഫറെൻറ്റ് പെർമിയബിലിറ്റി. ഇവിടെ ഒരു പാർട്ടാണെങ്കിലും ഈ ഒരു ഡിസെൻഡിങ് ലിംബ് കാണിക്കുന്ന പെർമിയബിലിറ്റി അസെൻഡിങ് ലിംബ് കാണിക്കാറില്ല. അസെൻഡിങ് ലിംബ് കാണിക്കുന്ന പെർമിയബിലിറ്റി ഡിസെൻഡിങ് ലിംബ് കാണിക്കാറില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലൂടെ കടത്തിവിടുന്ന വസ്തുക്കൾ സെലക്റ്റീവായിട്ട് മാത്രമേ കടത്തിവിടാറുള്ളൂ. അത് രണ്ടും ഒരുപോലെ അല്ല. ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. ഡിസെൻഡിങ് ലിംബിലൂടെ എന്ത് കടന്നു പോകും? വെള്ളം കടന്നു പോകും. എന്നാൽ ഇലക്ട്രോലൈറ്റുകൾ കടന്നു പോകത്തില്ല. വൈൽ ദ അസെൻഡിങ് ലിംബ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. എന്നാൽ അസെൻഡിങ് ലിംബിലൂടെ ഇലക്ട്രോലൈറ്റ്സ് കടന്നു പോകും, എന്നാൽ വെള്ളം കടന്നു പോകില്ല. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ലൂപ്പ് ഓഫ് ഹെൻലെ ഡിസെൻഡിങ്ങും അസെൻഡിങ് ലിംബുണ്ട്. അതിൽ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും ഡിഫറെൻറ്റ് പെർമിയബിലിറ്റിയാണ്. ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, ഇംപെർമിയബിൾ ടു ദ ഇലക്ട്രോലൈറ്റ്. അസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്, impermeable to water. Since the electrolytes get reabsorbed at the ascending loop of Henle, the filtrate get diluted as it moves towards the ascending limb. But reabsorption is limited in this segment. ഇവിടെ ഒരു പരമാവധി കുറേയൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ്സും വെള്ളവും ഒക്കെ അവിടെ എന്താ നോർമൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. എന്നാലും അവിടുത്തെ റീഅബ്സോർപ്ഷൻ ഒരു ലിമിറ്റേഷൻ കാണിക്കുന്നു. നെക്സ്റ്റ്, മൂന്നാമത്തെ പാർട്ട്. ഫസ്റ്റ് PCT കഴിഞ്ഞു, ലൂപ്പ് ഓഫ് ഹെൻലെ കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ പാർട്ട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, DCT. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഇതുപോലെ സെലക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസും ഒക്കെ നമ്മുടെ ട്യൂഷൻ സ്റ്റുഡൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സെമ്മിൽ ഏത് സബ്ജക്ട്സ് ആണോ ഏത് സെമ്മിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും ഓരോ യൂണിറ്റിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും എല്ലാം നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കോഴ്സിന് ജോയിൻ ചെയ്യുക. അതല്ല എങ്കിൽ യൂട്യൂബ് ചാനലിലുള്ള ഫ്രീ വീഡിയോസും ക്ലാസ്സിലെ നോട്ട്സും ഒക്കെ ഉപയോഗിച്ച് മാക്സിമം എന്ത് തന്നെയായാലും നിങ്ങൾ പഠിക്കാൻ മറന്നു പോകരുത്. പഠിക്കണം. ലാസ്റ്റ് നിമിഷം നിങ്ങൾ ടെൻഷൻ ആകരുത്. നേരത്തെ തന്നെ ഓരോ സെമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കളികൾക്കും മറ്റ് വർക്കുകൾക്കൊക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തി കുറച്ച് സമയങ്ങളിൽ ഡെയിലി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പാർട്ട് റീനൽ ട്യൂബ്യൂളിൻ്റെ മൂന്നാമത്തെ പാർട്ട് എന്താണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ്
tubule. Similar to PCT, DCT also secretes ions. PCTയിൽ സെക്രീറ്റ് ചെയ്തതുപോലെ DCT ചില അയോൺസ് സെക്രീറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഹൈഡ്രജനും പൊട്ടാസ്യവും അമോണിയം ഇൻ ടു ദ ഫിൽട്രേറ്റിനുള്ളിലോട്ട് അധികമുള്ള ഹൈഡ്രജൻ അയോൺസും പൊട്ടാസ്യം അയോൺസും നമ്മുടെ അമോണിയം അയോൺസും സെക്രീറ്റ് ചെയ്യുന്നു. അതിനൊപ്പം എന്ത് ചെയ്യുന്നു? റീഅബ്സോർബിങ് ബൈകാർബണേറ്റ്. ഒപ്പം അവിടെ എന്ത് ചെയ്യുന്നു? റീഅബ്സോർഷൻ അവിടെ നടക്കുന്നുണ്ട്. പകരം എന്തിനാണ് റീഅബ്സോർവ് ചെയ്യുന്നത്? ബൈകാർബണേറ്റിനെ റീഅബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നു. കണ്ടീഷണൽ റീഅബ്സോർഷൻ ഓഫ് സോഡിയം അയോൺസും വാട്ടറും ടേക്സ് പ്ലേസ് ചെയ്യുന്നു. സോഡിയം അയോൺസും വെള്ളവും എവിടെ റീഅബ്സോർവ് ചെയ്യുന്നുണ്ട്? ഈ DCTയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബൈകാർബണിൻ്റെ അബ്സോർഷൻ നടക്കുന്നത് കൊണ്ട് റീഅബ്സോർഷൻ നടക്കുന്നത് കൊണ്ട് ഇതും pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇറ്റ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ വെറൈറ്റി ഓഫ് ഹോമിയോസ്റ്റാറ്റിക് പ്രോസസ്സസ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ pH ആൻഡ് സോഡിയം പൊട്ടാസ്യം ലെവൽ ഇൻ ദ ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസിലെ ബ്ലഡിൻ്റെ pHഉം സോഡിയം പൊട്ടാസ്യം ലെവലും മെയിൻറ്റെയിൻ ചെയ്യുന്ന സഹായിക്കുന്ന പാർട്ട് ഏതാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ ഇത് 3 റീനൽ ട്യൂബ്യൂളിൻ്റെ പാർട്സുകൾ. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ പാർട്ട് നമ്മൾ റീനൽ കോർപ്പസ്കൾ പറഞ്ഞു, ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂൾ അതിനകത്ത് പറഞ്ഞു. അടുത്ത റീനൽ ട്യൂബ്യൂളിൽ PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അടുത്തത് ലൂപ്പ് ഓഫ് ഹെൻലെ, നെക്സ്റ്റ് DCT. ഇനി ഈ 3 ഭാഗങ്ങളിലും അബ്സോർഷനും റീഅബ്സോർഷനും സെക്രീഷനും ഒക്കെ കഴിഞ്ഞ് വളരെ ചെറിയൊരു എമൗണ്ട് യൂറിൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ യൂറിൻ പോകുന്നത് എങ്ങോട്ടാണ്? ഇറ്റ് വിൽ ഫ്ലോ ടു കളക്റ്റിംഗ് ഡക്റ്റ്. ഓരോ നെഫ്രോണും ഒരു കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ ഓരോ എൻഡിൽ അറ്റാച്ച് ചെയ്യുന്നത് അവിടെ എത്തിച്ചേരുന്നു. കളക്റ്റിംഗ് ഡക്റ്റ് ഓൾസോ എ ലോങ് സ്ട്രെയിറ്റ് ട്യൂബ് വെയർ ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം അയോൺസ് ആർ സെക്രീറ്റഡ്. അവിടെയും പൊട്ടാസ്യം ഹൈഡ്രജൻ അയോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ വാട്ടർ റീഅബ്സോർഷനും നടക്കുന്നു. ഇങ്ങനെ വാട്ടർ റീഅബ്സോർഷൻ മാക്സിമം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് നമ്മൾ ആ ഒരു റീനൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കിഡ്നിയുടെ സ്ട്രക്ചറിൽ പഠിച്ചതുപോലെ ഓരോ കളക്റ്റിംഗ് ഡക്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് റീനൽ പാപ്പില്ലയാകുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ മൈനർ കാലിക്സിലോട്ടും അവിടെ നിന്ന് മേജർ കാലിക്സിലോട്ടും അവിടെ നിന്ന് റീനൽ പെൽവിസ് വഴി യൂററ്റർ വഴി യൂറിനറി ബ്ലാഡറിലോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് നെഫ്രോൺ, കിഡ്നിയുടെ ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് മൈക്രോസ്കോപ്പിക് യൂണിറ്റ് എന്നറിയപ്പെടുന്ന നെഫ്രോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചുരുക്കിയുള്ളൊരു പിക്ചറാണിത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ കണ്ടന്റ് തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാലും മതിയാവും. 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ ഒരു പാർട്ടായിട്ടോ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നെഫ്രോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പാർട്സിൻ്റെ ഫങ്ഷൻസും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും വീഡിയോയിൽ മെൻഷൻ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക. ഒപ്പം നിങ്ങൾക്ക് ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഫസ്റ്റ് 1-8891279227 എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ 9900092177 എന്നുള്ള ഈ ഒരു നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തേക്കുക. ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ 100% സിലബസ് ബേസ്ഡ് ക്ലാസ്സസും അതിൻ്റെ നോട്ട്സും പിന്നെ അതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും MCQസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ട്യൂഷന് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.